അപ്പോൾ ഗൈസ് നമ്മളിപ്പം പോകുന്നത് അമ്പലത്തിലേക്കാണ്. ഇന്ന് അനിയത്തിൻ്റെ വെഡ്ഡിങ് ഡേ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അമ്പലത്തിലേക്കൊന്ന് പോകാമെന്ന്. അങ്ങനെ അനിയത്തി ബൈക്കും എടുത്ത് അനിയത്തിൻ്റെ ബൈക്കിൻ്റെ പുറകെ ഞാൻ ഇരുന്നു. പിന്നെ ഇന്നൊരു ഫോട്ടോ എടുത്തു. പിന്നെ അമ്പലത്തിലെത്തിയിട്ട് അമ്പലത്തിൽ നിന്ന് അതിൻ്റെ ചുറ്റുപാട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്തതാണ്. പിന്നെ അമ്പലത്തിൻ്റെ കുളം, അത് അമ്പലത്തിൻ്റെ കുളത്തിലിറങ്ങി ഒന്ന് കാല് കഴുകി വെറുതെ നിൽക്കുന്നതല്ലേ, ഒരു ഫോട്ടോസ് എടുത്താലെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനും അവളും നിന്നിട്ടുള്ളൊരു ഫോട്ടോവും അവൾ ഒറ്റയ്ക്കുള്ള ഫോട്ടോവും എല്ലാം എടുത്തു. കാണാൻ ഭംഗിയില്ലേ? നേരെ അമ്പലത്തിലേക്ക് കയറി അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ വ്യൂസ് ആയതല്ലോ. അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ മുഴുവനായിട്ടും ഞാൻ എടുത്തിട്ടില്ല, കുറച്ച്. പിന്നെ അനിയത്തി ഇങ്ങനെ നടന്നു വരുന്നതും പ്രാർത്ഥിച്ച് വരുന്നതും എല്ലാം എടുത്തു. പിന്നെ അമ്പലത്തിനുള്ളിൽ നിന്ന് പുറത്തുള്ള ദേവീക്ഷേത്രം കാണുന്നതാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ കുറച്ച് പൂവുകളും ചെടികളും എല്ലാം ഒന്ന് ഫോട്ടോ എടുത്താളെന്ന് വിചാരിച്ചു. പിന്നെ വിളക്ക്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തു. പിന്നെ നമുക്ക് അവിടെ നിന്ന് പ്രസാദം തന്നു, ചന്ദനവും ഒരു ഗണപതി ഹോമം കഴിച്ച പ്രസാദം തന്നു. പിന്നെ ഇത് കെടാവിളക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരിക്കണമല്ലോ, അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ പുറത്തിറങ്ങിയാൽ മുകളിൽ നിന്ന് അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ വ്യൂസായി കാണുന്നത് നല്ല രസമാണ് കാണാൻ. അങ്ങനെ നടന്ന് നമ്മൾ മുന്നിലത്തെ ദേവീക്ഷേത്രത്തിൽ പോയി. ദേവീക്ഷേത്രത്തിലെ പ്രസാദമായത് മഞ്ഞളും കുങ്കുമം. അങ്ങനെ ദേവീക്ഷേത്രത്തിന് ഞാൻ തൊഴുത് ഇറങ്ങി. അനിയത്തി തൊഴുതുന്ന ഫോട്ടോസ് ഞാനിങ്ങനെ എടുത്തു. പുറത്തിറങ്ങി അവിടെയും കുറച്ച് നേരം നമ്മൾ ഇരുന്നു. എന്താ വെച്ചാൽ അമ്പലത്തിൽ വന്ന് പെട്ടെന്ന് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അവിടെ ഇരുന്നു. അപ്പോൾ കുളത്തിൻ്റെയും അവളതും എല്ലാം ഒരു ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസെല്ലാം എടുത്ത്. ആ ഫോട്ടോസാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നത്. പിന്നെ അടുത്ത് നമ്മൾ പോയത് പുത്തൻ അമ്പലത്തിലാണ്. അത് അടുത്ത് തന്നെയാണ്. നമ്മളവിടെ നേരെ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൻ്റെ മുന്നിലത്തെ കൊടിമര അത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് അമ്പലത്തിന് ചുറ്റുവട്ടം ഒന്ന് കാണിച്ച് നേരെ അമ്പലത്തിലേക്ക് അങ്ങ് കയറി. ഞാനും കയറി, അതിനുശേഷം അവളും കയറി. പിന്നെ അതിനുശേഷം അമ്പലത്തിനുള്ളിലുള്ള കൊടിമരത്തിൻ്റെ വ്യൂസാണ് ഇങ്ങനെ ഇപ്പോൾ കാണുന്നത്. അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ കുറച്ച് കാഴ്ചകളും. പിന്നെ അവിടെ പോയ സമയത്ത് പറഞ്ഞു ഇന്ന് വിഷ്ണുവിൻ്റെ ഏകാദശി നല്ലതാണ്, അപ്പം വിളക്കെത്തിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വിളക്കെല്ലാം കത്തിച്ചു. വിളക്കത്തിച്ച് അത് അവൾ മാത്രമല്ല ഞാനും കത്തിച്ചു. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതിൻ്റെ റെസിപ്റ്റ്, വിളക്കത്തിച്ചതിൻ്റെ റെസിപ്റ്റായത്. ഇങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് നമ്മൾ കുറച്ച് നേരം അവിടെ പ്രാർത്ഥിച്ചു. വിളക്കത്തിച്ചിട്ട് വിളക്കിൻ്റെ പിക്ചർ കുറച്ചെടുത്ത്. അപ്പം ഇത്രയേ ഉള്ളൂ. ബായ്.